അച്ഛൻ മരിച്ച ശേഷം ഈ നിലവറ തുറന്നിട്ടില്ല. അതും അമ്മ പറഞ്ഞു. അമ്മാവന്റെ അങ്കച്ചുരിക. ഇരുമ്പാണിക്ക് പകരം മുളയാണി. പൊൻകാരം കൊണ്ട് വിളക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ചതി അറിയില്ല. കുത്തുവിളക്കിന്റെ തണ്ട് ഇവിടെയാണ് താഴ്ത്തിയത്. കണ്ടില്ലേ? നടന്നത് എന്തെന്ന് അമ്മാവൻ തന്നെ ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ അമ്മായി. എന്തിന വീടം പറയുന്നച്ച അരിങ്ങോടർ നീട്ടിയ നീട്ടെനിക്ക് എള്ളോളം തന്നെ മുറിഞ്ഞതുള്ളൂ മച്ചുനിയൻ ചന്തു ചതിച്ചതാണേ. അംഗം പിടിച്ച തളർച്ചയോടെ ചന്തുന്റെ മടിയിൽ തലയും വച്ച് ആലസ്യത്തോടെ ഞാൻ കണ്ണടച്ച് ആ തക്കം കണ്ടവൻ ചന്തുവല്ലാണേ. കുത്തുവിളക്കിൻ്റെ തണ്ടെടുത്ത് കച്ചാതെരുപ്പിലും നീട്ടി ചന്തു. ഞെട്ടിയുണർന്നങ്ങ് നോക്കുന്നേരം അരിങ്ങോടർ കൂട്ടത്തിൽ ചാടി ചന്തു. ചന്തു ചതിച്ച ചതിയാണച്ച, ചന്തു ചതിച്ച ചതിയാണാർച്ചേ. ചന്തു ചതിച്ച ചതിയാണച്ച, ചന്തു ചതിച്ച ചതിയാണാർച്ചേ. ആര്?
കുഞ്ചുണ്ണൂലേ, വയസ്സുകാലത്ത് എന്നെ പരീക്ഷിക്കാൻ മാറ്റാനോ മറ്റോ വന്നോ മോളെ? ആരുമില്ല. ആറ്റുമണമിൽ നിന്ന് ആരോമണി വന്നു. അവനും കണ്ണപ്പുണ്യം കൂടി. ആ, കളിക്കട്ടെ. എന്റെ മകൻ ആരോമൽ മരിച്ചതിൽ പിന്നെ കേമൻ ചുരുകിയുടെ കേളി ഞാൻ കേട്ടിട്ടില്ല. ആരോമണിയാണ് മുത്തച്ഛ. ആർച്ചി എവിടെ? അമ്മ പുറത്തേക്കാവിൽ വിളക്ക് വെക്കുന്നു. ചുവന്ന തൊടുകുറിയുടെയും ഈ അംഗച്ചമയത്തിന്റെയും ഒക്കെ സാരം പുത്തൂരം വീട്ടിലും ആറ്റും മണമേലും ആളില്ലെന്ന ഒറ്റ കുറവേ ഉള്ളൂ. അർത്ഥം വേണ്ടത്രയുണ്ട്. ബാല്യം വിടാത്ത നിങ്ങൾ അംഗം വെട്ടി കേളിയോ കോപ്പോ നേടിത്തരണ്ട ഈ രണ്ടിടത്തും. മനസ്സിലായോ? ഒരു മൊഴി ചോദിക്കാൻ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛാ. നിന്റെ അമ്മ പണ്ട് പറഞ്ഞിരുന്നു, പുത്തൂരം വീട്ടിലെ ആണുങ്ങൾക്ക് നേർച്ചക്കോഴിയുടെ ആയുസ്സയെ ദൈവങ്ങൾ തരും. അതും സത്യം. ആരെ തിരഞ്ഞാണ് നിങ്ങളുടെ പോക്ക്? മൊഴിയില്ലാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. കോലത്തിരി നാട്ടിൽ ഇപ്പോഴും പുളയ്ക്കുന്നുണ്ട് അയാൾ. നാവിനറപ്പുണ്ട് ആ പേര് പറയാൻ. 500-300 പേർ കേൾക്കെയാണ് വടകര നമ്പ്യാന്മാർ എന്റെ മകൻ ഈ ആരോമുണ്ണിയെ കാരപ്പറമ്പിൽ വെച്ച് അപമാനിച്ചത്. അമ്മാവനെ കൊന്നതിന് മൊഴി ചോദിച്ചു വാ, എന്നിട്ട് മതി വീര്യം കാട്ടലെന്ന്. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ നടന്നതൊക്കെ പറഞ്ഞു. കൊടും ചതിയുടെ കഥ ഇവിടെ മാത്രം ഇന്നോളം ആരും പറഞ്ഞില്ല. മച്ചനും ചതിക്കുമെന്ന് അച്ഛൻ സംശയിച്ചപ്പോഴും മുത്തച്ഛൻ നിർബന്ധിച്ചു. തുണക്ക് അയാൾ തന്നെ പോകണമെന്ന്, അല്ലേ? ഞാൻ മാത്രമല്ല, എല്ലാവരും നിർബന്ധിച്ചു. എന്നെ ചതിക്കാൻ അവന് മനസ്സ് വരുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? മടിയിലിരുത്തി ഉരുളച്ചോറൂട്ടി വളർത്തിയ എന്നെ ചതിക്കാൻ. എന്റെ സത്യമച്ചൻ മറന്നിട്ടില്ലല്ലോ. നാത്തൂനെ, കണ്ണപ്പുണ്ണി ആരോമുണ്ണിക്ക് തുണയായി പോകട്ടെ. ഇവരെ അനുഗ്രഹിച്ചയക്കണോ അച്ഛാ? കുടിപ്പക തീർത്ത് തീർത്ത് ചേകവരുടെ കുലങ്ങൾ മുഴുവൻ മുടിയണമെന്നാണോ മക്കളെ? ആരോമലാങ്ങളുടെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ല എന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ? നിലവറയിൽ മുറിച്ചിരിക ഇപ്പോഴും വിറയ്ക്കുന്ന അച്ഛാ. കണ്ണപ്പുണ്ണി എത്രക്കെത്തുമെന്ന് എനിക്കറിയാം. ഇവനോ അടവും തൊഴിലും ഉറച്ചു കഴിഞ്ഞോ? ഊവെന്നാണ് എന്റെ നോട്ടം. തുളുനാടൻ കളരിയിൽ പോയി മേലടവുകളും മുഴുവനാക്കി
അംഗം ജയിക്കാൻ അതൊന്നും പോരല്ലോ മക്കളെ. ആർച്ചേ, ചന്തുവിനെ ജയിക്കാൻ ഇവർക്കാവില്ല. കൂമ്പും കുലയും നുള്ളിക്കഴിഞ്ഞില്ല പുത്തൂരം വീട്ടിലെന്ന് അവൻ അറിയണമല്ലോ എന്നെങ്കിലും ഒരിക്കൽ. ശിഷ്യരിൽ ആർക്കും കിട്ടാത്ത ഒരടവ് ബാക്കിയില്ല അച്ഛാ. തുടക്കം പുരഞ്ജയം പോലിരിക്കും. അടവ് മാറുമ്പോൾ സൗഭദ്രമാണെന്ന് ശത്രുവിന് തോന്നണം. അവനെ ജയിക്കാൻ അതുകൊണ്ടേ കഴിയും. അവന്റെ തല കൊയ്യുമ്പോൾ പറഞ്ഞു വെട്ടണം, മുത്തച്ഛൻ അനുഗ്രഹിച്ചു തന്ന അടവാണിതെന്ന്. എന്നെങ്കിലും ഒരിക്കൽ പുത്തൂരം വീട്ടിലും പകരം ചോദിക്കാൻ ആളുണ്ടാവുമെന്ന് കരുതിയിരിക്കില്ല അവൻ. ചതിയൻ ചന്തു. സർവതന്ത്ര സ്വരൂപായ സർവതന്ത്ര സ്വരൂപിണൈ സർവകായ സമസ്തായ ശിവായ ഗുരുവേ നമഃ. ഓം ശ്രീ ഗുരുവേ നമഃ. പടിപ്പുരയിൽ 2 ചെറു ബാല്യക്കാർ വന്ന് കാത്തു നിൽക്കുന്നു. ചേകവരെ നേരിട്ട് കാണാനാണെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കല് പണ്ടേ നിർത്തിയതാണെന്ന് പറയായിരുന്നില്ലേ? പഠിക്കാൻ വന്നവരോ അതോ എന്നെ പഠിപ്പിക്കാൻ വന്നവരോ? അറിയില്ല. ചോദിച്ചപ്പോൾ ഊരും പേരും ഒന്നും പറഞ്ഞില്ല. ചന്തുച്ചേകവരോട് ഒരു വാള് പൊരുതിയില്ലെങ്കിൽ കേളിയും കീർത്തിയും തികയിലില്ല ഇപ്പോഴത്തെ ബാല്യക്കാർക്ക്. എനിക്കാരെയും കാണണ്ട, പഠിപ്പുര വാതിലടിച്ചേക്ക്. കാണാൻ ആള് വരുമ്പോ വാതിലടച്ചിരിക്കുന്നത് ചേകവന്മാർക്ക് ചേർന്നതല്ല. ഞങ്ങൾ ചന്തുച്ചേകവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നവരാണ്. ഇവിടെ പഠിപ്പില്ല. വേറെ 17 കളരികളിൽ ശിഷ്യന്മാരുണ്ട്. എവിടുന്ന് വരുന്നു? കറുത്തേനാർ നാട്ടിന്ന്. എനിക്കറിയാത്ത നാടല്ലല്ലോ. വീടേത് മക്കളെ? പുത്തൂരം വീട്. പുത്തൂരം വീട്ടിൽ ഞാൻ ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പുണ്ണി. അമ്മയുടെ പേര് പറയുന്നതാവും എളുപ്പം. ഗ്രഹനില ഒത്തു കണ്ടാൽ സൗകര്യത്തിൽ അടുത്തു കിട്ടിയ പെൺകിടാങ്ങൾക്ക് ആരോമരുടെ പുത്രയോഗത്തിന് ഭാഗ്യം തെളിഞ്ഞിരുന്നു പലപ്പോഴും. വെള്ളയും കരിമ്പടവും വിരിച്ച് എന്റെ അച്ഛൻ വേട്ട് കൊണ്ടുവന്ന ഭാര്യ ഒരാളെ ഉള്ളൂ, എന്റെ അമ്മ കുഞ്ചുണ്ണൂലി. ഓ, കുഞ്ചുണ്ണൂലിയുടെ മകൻ. മികവിൽ മികച്ചേരിയിലെ മകന് നിന്നേക്കാൾ അല്പം മൂപ്പ് കൂടും. അവന്റെ പേര് ഉണ്ണിക്കണ്ണൻ. ഓ, നീയോ? മരുമകൻ ആറ്റുമണമേൽ കുഞ്ഞിരാമൻ ചേകവന്റെ മകൻ. ഉണ്ണിയാർച്ചയുടെ മകൻ എന്ന് പറയുന്നതാവും എളുപ്പം. മക്കളെ, വലിയ കണ്ണപ്പൻ ചേകവരിൽ നിന്ന് പഠിച്ചതിലേറെ ഒരു വിദ്യയും തരാൻ എനിക്കില്ല.
നിങ്ങൾക്ക് മടങ്ങാം. വലിയ ജയകവർ ഇപ്പോഴും ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ. പിന്നെ അമ്മാവനെ ചതിച്ചു കൊന്നതിന് മൊഴി ചോദിക്കാൻ. ഒരുങ്ങിക്കോ ചന്ദ്രശേഖരേ. ഓ, അമ്മ യാത്രാമൊഴിയൊന്നും പറഞ്ഞില്ലേ? അറുകൊല ചെയ്യാൻ മടിക്കാത്ത ചേകവനോട് തൊടുക്കുമ്പോ ഉപദേശമൊന്നും? ആരോമലുടെ തുണയ്ക്ക് പോകുമ്പോ എനിക്കും തന്നിരുന്നു ചില ഉപദേശങ്ങൾ ഉണ്ണിയാർച്ച. ഉവ്, നേരിട്ട് വെട്ടി മരിച്ചാൽ അത് വീട്ടേക്ക് മാനം തന്നെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്റെ പെറ്റമ്മ. അങ്ങനെ പറയാൻ ഉണ്ണിയാർച്ച ഒരുത്തിയേ ഉള്ളൂ. ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന്. വീരാളിപ്പട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമെടുപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്. എല്ലാ പെണ്ണുങ്ങൾക്കും പകർത്തി പറയാൻ പാകത്തിൽ നിന്റെ അച്ഛനും കിട്ടിയല്ലോ ഒരു തിരുമൊഴി. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ. പാവം കുഞ്ഞിരാമന്റെ കാലദോഷം. അംഗം കഴിഞ്ഞിട്ട് മതി ചന്തോമാവ അപരാധം പറച്ചിൽ. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുംചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്. വെള്ളവിലും ശർക്കരയും പഴവും എടുക്ക്. ചെന്തങ്ങിന്റെ ഇളനീരും വെട്ടിക്കൊടുക്ക്. കുട്ടികൾ അല്പം വിശ്രമിക്കട്ടെ, എന്നിട്ട് മടങ്ങിപ്പോട്ടെ. ഞാൻ അംഗത്തിനില്ല. 18 കളരിക്ക് ആശാനായ പടക്കുറുപ്പിനും പേടി. കുത്തുവിളക്കല്ല ഞങ്ങളുടെ ആയുധം, ചേകവർക്ക് പറഞ്ഞ ചുരികയാണ്. മുത്തച്ഛൻ അനുഗ്രഹിച്ചു തന്ന അടവുകളുമുണ്ട്. ഉറക്കത്തിൽ ചതിച്ചു കൊല്ലാനെ ചന്തുചേകവർക്ക് അറിയുന്നുണ്ടോ? ഇവിടെ ആരും അംഗത്തിന് വഴിപോക്കരെയും പിടിച്ച് മയക്കുന്ന പാരമ്പര്യം വിട്ടുകളഞ്ഞിട്ടില്ല അല്ലേ? എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ എന്റെ കുലദൈവങ്ങളെ? അവർക്കൊന്നും വേണ്ട, പെരുന്നു വന്നവരല്ലെന്ന് പറഞ്ഞു. അവർ പോകുന്നുമില്ല. പോവില്ല. രണ്ടിലൊന്ന് തീരുമാനമാവാതെ അവർ പോവില്ല. അതാണ് ആ ചോരത്തിളപ്പിന്റെ പാരമ്പര്യം. ഒരു മുറിച്ചിരിക കൊണ്ട് ആനയെ മയക്കുന്ന അരിങ്ങോടരുടെ തലയറുത്ത ആരോമലുണ്ട് അവരുടെ മനസ്സിൽ. പോവില്ല. നീയും എന്നെ വെറുക്കുന്നു അല്ലേ കുട്ടിമണി? വേണ്ട, നിനക്കെന്നും വെറുപ്പ് അല്ലെങ്കിൽ ഭയം. അല്ല, എന്നും എന്നോട് ദയ കാണിച്ചിട്ടേ ഉള്ളൂ. ദയ? 18 കൊല്ലം എന്നെ പരിചരിച്ച് നിന്നോട് ദയ?
സ്നേഹം തരാൻ കഴിയാത്തതിൽ നീ എന്നോട് പൊറുക്ക്. നിനക്കും എന്നെ അറിയില്ല, ആർക്കും അറിയില്ല. നിന്റെ തെറ്റല്ല, അറിയാൻ ഞാൻ അവസരം തന്നില്ല. ആരെങ്കിലും ഒരാൾ എന്നെ അറിയണം. തന്തയും തള്ളയുമില്ലാത്ത എന്നെ 5-ാം വയസ്സ് തൊട്ട് എടുത്ത് വളർത്തിയ ആളാക്കി അമ്മാവനും അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ തലകുയ. എല്ലാം മറന്നിരിക്കുമ്പോ ഓർമ്മകളുടെ ചിതൽ കുത്തിയ ഓലക്കെട്ടുകളൊക്കെ എടുത്ത് പുറത്തിടാൻ നാശം. ഇന്ന് ഈ ഇളമുറക്കാർ എന്തിനു വന്നു? അനുഗ്രഹിച്ചത് എന്റെ ഗുരു, എന്റെ വളർത്തച്ഛൻ, എന്റെ എന്റെ പുലകുളിയും അടിയന്തരങ്ങളും നടത്താൻ ചേകവർ തന്നെ വന്നത് നന്നായി. വേറെ ആരും ഇല്ലല്ലോ കുറുപ്പാളെ. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. പെങ്ങള് മരിച്ചപ്പോ തന്നെ അവിടെ നിർത്താമെന്ന് ചേകവർ പറഞ്ഞതാണ്. അളിയാൻ സമ്മതിക്കണ്ടേ? എല്ലാറ്റിനും പിടിവാശി. നിത്യച്ചെലവിന് കഷ്ടിയായിരുന്നു എന്നത് ശരി. എന്ന് വെച്ച് 32 പണത്തിന് മലയനോട് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇയാൾക്ക്? മരിച്ചുപോയവരെ കുറ്റം പറയാൻ പാടില്ല. എന്നാലും ഒക്കെ കഴിഞ്ഞില്ലേ. ഇളന്തളർ മഠത്തിലേക്ക് വാമാക്ഷിയെ കൊടുത്തപ്പോഴേ പഴിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ, ഞങ്ങൾ നടക്കട്ടെ. ഓ വാ, നടക്ക്. വയ്യെങ്കിലെടുത്ത കുഞ്ഞാമറേ. പുത്തൂരം വീട്ടിലേക്ക്, കേളി കേട്ട പുത്തൂരം വീട്ടിലേക്കാണ് യാത്ര. അമ്പാടിക്കോലോത്ത മേനോന്മാർക്കും പൊൻവാണിഭക്കാർ ചെട്ടികൾക്കും പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന പുത്തൂരം വീട്. പുത്തൂരം വീട്ടിലെ കുട്ടിക്കാലം ഓർമ്മിച്ച് അമ്മ കരയാറുണ്ട്. മരുന്നും കഷായവും കൂടി വാങ്ങാൻ പണമില്ലാത്ത ഇളന്തളർ മഠത്തിലേക്ക് നടതള്ളിയതിന് പിന്നെ അമ്മ ദൈവങ്ങളെ ശപിക്കും. 2001 പണം ആണ്ടിൽ നാടുവാഴി സമ്മാനം കൊടുക്കുന്ന 16 കളരി. രാജാവിന് വേണ്ട പടയാളികളെ തിരയാൻ ആദ്യം പടനായകർ വരുന്നത് പുത്തൂരം കളരിയിലാണെന്നും ഇതും നിന്റെ വീടാണ്. ഇത് അമ്മായിയല്ലേ? ഇനി ഉണ്ണിക്കണ്ണ, നിന്നെ കളിപ്പിക്കാനും ഒരാളായി. അത് ആർക്കൊക്കെ കൊടുക്ക്. എനിക്ക് വിഷുവിന് കൈനീട്ടം തന്നതല്ലേ അച്ഛാ ഇത്? ശരി, നിനക്ക് വേറെ തരാം. അവള് കുറച്ചു നേരം കളിച്ചോട്ടെ. ആരോമലേ, ഇത് നിന്റെ മച്ചുണ്ണാണ്. ഞാൻ പറയാറില്ലേ ചന്തു? നീ
നീയും കുട്ടികളുടെ കൂടെ പോയി കളിച്ചോ. ഇത് നിന്റെ വീട് തന്നെയല്ലേ? അകത്ത് പൊയ്ക്കോ. തുണക്കാരൻ ഒരാൾ കൂടി ഉണ്ട് അകത്ത്. ആറ്റുമുണമേൽ കുഞ്ഞിരാമൻ. ആ, ദശമിക്ക് ആരോമരോടൊപ്പം അവനും തുടങ്ങിയേക്കണമെന്ന് പറഞ്ഞിരുന്നു. നീയോ എഴുത്തും പയറ്റും പഠിച്ച് നീയും ക്യാമനാവണം. വേണ്ടേ? ചൂതിന് പൊൻപണം വെച്ച് തായം കളിക്കാൻ പഠിച്ച കുട്ടികൾ. വാൽക്കണയിലെ ചോറ് കൊണ്ട് മാത്രം കഴിഞ്ഞ പേരില്ലാത്ത ചേകവന്റെ മകന് അത് സ്വന്തം വീടായി തോന്നിയില്ല. അമ്മാവൻ ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ടെങ്കിലും. ഓതരം നീട്ടി മാറി വീശി കേറി അമർച്ചയിലെടുത്ത് വെച്ച് വലത്തുകൊണ്ട് ചവിട്ടി വലത് മുക്ക് വാരി മാറി വാരി നേരെ തലക്കി നേരെ തലക്കി ചുവട് മാറി ചേർന്ന് പൊങ്ങി ഓതരം നീട്ടി നീട്ടി തിരിഞ്ഞു മാറി വെട്ടി വീശി പരിചയം പറ്റിച്ചേർന്നു. അമരം മുന തടഞ്ഞു കയറ്റി കുഞ്ഞിരാമൻ മാറ്. ഇനി എന്നോട് കൊടുക്കും അച്ഛനാ. വലത് മുക്ക് വാരി മാറി വാരി നേരെ തലക്കി കുത്തു തട്ടി ചുവട് മാറി മതി. വാശി കയറിയപ്പോ നിനക്ക് പഴിച്ചു. ഒറ്റയിൽ 9 ഒരു മാസം കൊണ്ട്. മിടുക്കൻ. ആള് വലിയ കേമനാണെന്ന ഭാവം. അഷ്ടമിക്കാലത്തും ചന്തു ഇവിടെ തന്നെ നിൽക്കണ എന്താ? അവിടെ ആഹാരത്തിന് കൂടി വഴിയില്ലാത്തോണ്ട് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലേ. അകത്തും പുറത്തും എത്ര ആള് വെറുതെ ആഹാരം കഴിച്ചു പോകുന്നു. നിന്നോട്ടെ. എന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കാവിൽ ഭഗവതി പൊന്നമ്മേ, അംഗക്കരുനാഗ ദൈവത്താരെ, മലയനോട് തോറ്റുമരിച്ച ചേകവന്റെ മകന്റെ പേർ നാടായ നാട് മുഴുവൻ വാഴ്ത്തുന്ന കാലം വരാൻ എനിക്ക് കരബലം തരൂ, ആയുധബലം തരൂ. കുട്ടി ഏതാ അമ്മേ? തുമ്പോലാർച്ച മികവിൽ മികച്ചേരിയിലെ. അല്ല, അമ്പാടിക്കാരും വന്നോ? കുഞ്ചുണ്ണിയുടെ കെട്ടുകല്യാണം ഇക്കൂട്ടത്തിലാവായിരുന്നല്ലോ. തിരക്കുള്ളവർ ആദ്യം കഴിക്കട്ടെ. എവിടെയവൻ? ചന്തു വേഗം മുണ്ട് മാറ്റ്. കുഞ്ഞാമറേ,
ഇവരല്ലോ ചമയം ചമയേണ്ടോര്, ഇവരല്ലോ പൊന്നിളക്കാവേണ്ടോര്. ഇവരല്ലോ മാംഗല്യം കൊള്ളേണ്ടോര്, ഇവരല്ലോ പൂവേ പുലരേണ്ടോര്. അഞ്ചാം വയസ്സിൽ കാതുകുത്തി, ഏഴാം വയസ്സിൽ ഇരുത്തിരുത്തി, വിദ്യകളൊക്കെ തികഞ്ഞവര്, 10-ാം വയസ്സിലോ താലി കെട്ട്. പൂത്താലം വേണം, പൂവത്തും വേണം, ആണായിരം തുണ പോകേണം. താമ്പൂലം വേണം, നീരോലം വേണം, പെണ്ണായിരം തുണ പോകേണം. പൂത്താലം വേണം, പൂവത്തും വേണം, ആണായിരം തുണ പോകേണം. പൂത്താലം വേണം, പൂവത്തും വേണം, ആണായിരം തുണ പോകേണം. താമ്പൂലം വേണം, നീരോലം വേണം, പെണ്ണായിരം തുണ പോകേണം. പൂത്താലം വേണം, പൂവത്തും വേണം, താമ്പൂലം വേണം, നീരോലം വേണം. പൂത്താലം വേണം, പൂവത്തും വേണം, താമ്പൂലം വേണം, നീരോലം വേണം. മാറ്റാന്റെ മാറിന് ചാടി മനസ്സേതിലോ കടകം തെറ്റി കൈ പകർന്നതിലോ കീഴെ മാറി കീഴെ മാറി എടുത്തോളെ മണ്ഡലം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ആൾ ഇപ്പോൾ എത്ര മാസമായി? കൊയിലോത്തുകാർ ചാർത്തി തന്നത് നല്ല തട്ടൊത്ത പറമ്പ്, ഒരു കളരി ഉണ്ടാക്കി. 52 അടി. ഇതിനേക്കാൾ കുറച്ച് വലുത്. തൊഴിലറിയുന്നവർക്ക് 12 അടി തന്നെ ധാരാളം. നെയ്യ് കണ്ണാവണം, ആയുധം മനസ്സാവണം. കളരി കെട്ടുന്ന തിരക്കിൽ പഠിച്ചതൊക്കെ തട്ടിൻപുറത്ത് അല്ലേ കുഞ്ഞിരാമ? നോക്ക്, അവനെ നോക്ക്. എന്താ ഇത്ര വിശേഷം? നിനക്കൊക്കെ ഇനിയും ആയുധം കയ്യിൽ ഒരു ഏച്ചുകൂട്ടലാണ്, അവനത് മനസ്സിന്റെയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആരോമലേ, കളരി ഇപ്പോൾ 6 ആയി. ചുവടുമാറ്റം കഴിഞ്ഞാൽ 3 എണ്ണത്തിൽ താൻ പഠിപ്പിക്കാൻ തുടങ്ങിക്കും. താനാണെന്നറിഞ്ഞാൽ തെക്ക് നിന്നും വടക്ക് നിന്നും കുട്ടികൾ വരും. ദേശപ്പണം മാത്രം മതി ഞങ്ങൾക്ക്. ദക്ഷിണ തനിക്ക് സ്വന്തം. അംഗത്തിന് ഗുരുക്കൾക്ക് തുണ പോകുന്നത് ചന്തു അല്ലേ? ചിലപ്പോൾ. പ്രധാന ശിഷ്യസ്ഥാനം ഇപ്പോൾ മരുമകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആര് പറഞ്ഞു? വാരിക്കോരി വാഴ്ത്തുമൊഴികൾ.
അതും അര നല്ല വാക്ക് പറയാത്ത നിന്റെ അച്ഛനിൽ നിന്ന്. ആരാണ് മുമ്പിലെന്ന് കാഴ്ചക്കാർ പറയട്ടെ. അഭ്യാസ കാഴ്ച വരുന്നുണ്ടല്ലോ. ഒരു മത്സരപ്പയറ്റ് ചന്തുവും നീയും. ജയിക്കുന്ന ആൾക്ക് 1001 പണത്തൂക്കം നാഗമാല എന്റെ വക. ഗുരുക്കൾ അറിയണ്ട. ഉം? ആളൊഴിഞ്ഞ സമയം നോക്കി കളരിയിൽ ഒറ്റയ്ക്ക് പയറ്റുന്നതും എനിക്കറിയാം. എന്നും 3 ചുവട് മുമ്പിലാണല്ലോ പൊന്നാങ്ങള. മേലായം കയറണമെന്നില്ല, ഒപ്പോങ്കിലെത്തണ്ടേ? ഇപ്പോൾ തന്നെ മുമ്പിലാണ്, എനിക്കറിയാത്തതുപോലെ. നിൽക്ക്. ഇതിവിടെ തന്നെ ഇല്ലേന്ന് നോക്കിയതാ. പൊയ്ക്കോ. ചൂടുമാറ്റം കഴിയട്ടെ, നമുക്കിതിന്റെ ബലം ഒന്ന് കൂട്ടണം, വേണ്ടേ? പിന്നെ അഭ്യാസക്കാഴ്ച മത്സരപ്പയറ്റാക്കണമെന്ന് ആങ്ങളയ്ക്ക് ഒരാൾ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആരായാലും അതിന് ഞാനില്ലെന്ന് പറഞ്ഞേക്കുന്നിന്റെ ആങ്ങളയോട്. പേടിച്ചിട്ടല്ല, സ്ഥലവും സമയവും ഒത്തുവരുമ്പോ അതും ആവാം, ഇപ്പോഴല്ല.
ആരോമലേ, കിടാകടയാണല്ലേ, കൈക്കരുത്ത് മരുമാനം കൂടും. അത്ര മതി. അംഗമല്ല, അഭ്യാസ കാഴ്ചയാണ്. ആരാ അതാദ്യം മറന്നത്? ഇപ്പൊ പുത്തൂരം വീട്ടിൽ ചേകോമാര് 3 ചുവട് കുറച്ചും കൂടി നന്നാവണം, വടിവുകൾ കുറച്ചും കൂടി ഭംഗിയാവാം. അല്ല, നന്നാവാൻ ഈ സമയമുണ്ട്. അച്ഛനേക്കാൾ കേമനാവണം. മെയ്യഴക് മുഖശ്രീയും കണ്ട് നിന്നുപോയി. അടവ് പോലും ശ്രദ്ധിച്ചില്ല. അത് പുത്തൂരക്കാരുടെ പാരമ്പര്യമല്ലേ. ആണായാലും പെണ്ണായാലും അഴകിന് കുറവ് വരില്ല. ചുവടാണ് മുഖ്യം. അതിലസാരം മുന്നിൽ മകനല്ലേ എന്ന് സംശയം. നിക്ക. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കോളൂ, നീട്ടിക്കോളൂ. മുറിഞ്ഞോ? ആ, സാരമില്ല. മുറമാറ്റി വെട്ടുമ്പോൾ പറഞ്ഞു വെട്ടണം, അതാണ് നിയമം. തടുക്കാനും അറിയണം. ഗുരുക്കളുടെ മകനായതുകൊണ്ട് കള്ളക്കൊലാണെന്ന് ആരും പറഞ്ഞില്ല. അമ്മാവനെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വെട്ടിയാലും തടുക്കാനാവില്ല മച്ചുന. നോക്കണോ? മെയ്യഴകും മുഖശ്രീയും നോക്കി നിൽക്കാൻ ആളില്ലല്ലോ ഇപ്പോ. വാ. ചന്തു, അരുത്. ചുരുക്ക താഴത്ത് രണ്ടുപേരും. അംഗം കൊണ്ടേ കലിയടങ്ങുമെങ്കിൽ വാ. ബോധക്കടി ഞാൻ തീർത്തിരുന്നുണ്ട്. ഗ്രഹിതമുണ്ടെന്ന് വരുത്താൻ തമ്പുരാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. കാര്യമാക്കണ്ട. നന്നായി. ആരോമലേക്കാൾ തെളിഞ്ഞത് നീയാണ്. എനിക്ക് തൃപ്തിയായി. എനിക്കത് മതി. ഈ കേട്ടത് മതി. എന്റെ വളർത്തച്ഛൻ, എന്റെ
എന്റെ കളരി ദൈവം, എന്റെ ഗുരു, എല്ലാം അമ്മാവനാ. ഇന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ആശീസും വാങ്ങി വന്നവരാണ് അവിടെ എന്റെ തല കൊയ്യാൻ കാത്തു നിൽക്കുന്നത്. കാവൂട്ടും വേല. ആഘോഷത്തിന് എല്ലാരും പോയപ്പോ ഞാൻ തനിയെ. അമ്മാവിന്റെ അനുഗ്രഹത്തിന്റെ മേളം മനസ്സിലുണ്ട്. ഒരു മന്ദഹാസത്തിന്റെ പകൽപൂരവും. എനിക്കത് മതി, ധാരാളം മതി. എനിക്കില്ല വെച്ചേക്കൂ, നേരത്തെ കിടക്കണം. വെള്ളം കാച്ചണോ കുളിക്കാൻ? ആ, ഞാൻ മാണിപ്പെണ്ണാണെന്ന് കരുതിപ്പോയി. വിളമ്പട്ടെ? പക്ഷേ വിരുന്നുകാർ വീട്ടുകാർക്ക് വിളമ്പാൻ പാടുണ്ടോ? അതിനും ആർച്ചയ്ക്ക് വല്ല ശാസ്ത്രവും പറയാനുണ്ടാവും. ആലത്തൂരപ്പനെ കളരിയിൽ ഒരു നോട്ടം കണ്ടു, പക്ഷേ കുഞ്ചുണ്ണൂലി വന്നത് കണ്ടില്ല. കാണില്ല. കൂട്ടത്തിൽ വേറിട്ട് കാണണമെങ്കിൽ ഇടിവാള് പോലെ തിളങ്ങണ്ടേ? അതും ഉണ്ണിയാർച്ചയിൽ നിന്ന് കേട്ടറിഞ്ഞ് ചൊല്ലാണ്. മടങ്ങിപ്പോകാൻ ഒരുങ്ങിയതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ അച്ഛൻ. നന്നായി. വല്ലപ്പോഴും അല്ലേ വരവുള്ളൂ ആലത്തൂർ വീട്ടുകാർ ഈ വഴിക്ക്. കരിവേല കാണാൻ പോയില്ലേ? അതിനാ നിന്നത്. പോകേണ്ടതായിരുന്നു. ആരെയും ശരിബോധിക്കാത്ത മികവിൽ മികച്ചേരി സുന്ദരി വരുമ്പോൾ കരിങ്കണ്ണ് തട്ടാതിരിക്കാൻ കൂടെ ഒരുത്തി വേണ്ടേ? പക്ഷെ പോയില്ല. തുമ്പോലാർച്ച വന്നതും ഞാൻ കണ്ടില്ല. ഇവിടെ വന്നില്ല. കാവിൽ എഴുന്നള്ളിയ വിവരം പറയാൻ പിണാത്തിമാരെ ഇങ്ങോട്ട് അയച്ചു. അധികം മുറിഞ്ഞോ? ഒരു വാറൽ സാരമില്ല.